ഇന്നലെ നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ഓഫേഴ്സിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇയർബഡിൻ്റെ ഓഫേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആക്ച്വലി പ്രിപ്പയർ ചെയ്തത് ഈ ഒരു നെക്ക് ബാൻഡ്സ് ചെയ്യാനാണ്. പക്ഷേ എവിടെയും അങ്ങനെ ഭയങ്കര വലിയ ഓഫേഴ്സ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ആക്ച്വലി ഇതങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്തിട്ട് നേരെ സ്മാർട്ട് വാച്ചിൻ്റെ വീഡിയോ ഇന്നലെ നിങ്ങൾ കണ്ടത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ, അതായത് മെയ് 4 മുതൽ 10 വരെ നടക്കുന്ന ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് നെക്ക് ബാൻഡുകളുടെ വിശേഷങ്ങളാണ്. എല്ലാ ബ്രാൻഡുകളും ഞാൻ ഇതിനകത്ത് പറയത്തില്ല, ചിലതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ ഞാൻ പറയാത്ത ബ്രാൻഡ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ബ്രാൻഡിൽ തന്നെ ചിലപ്പോൾ പല മോഡൽസും പറയത്തില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു മോഡൽ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ളത് വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടുവാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാം, എനിക്കറിയാമെങ്കിൽ കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിലേക്ക് വരുവാണെങ്കിൽ റോക്കേഴ്സ് 255 1299 പ്രൊഡക്റ്റ് 1283 രൂപയ്ക്കാണ് കാണുന്നത് കേട്ടോ. കൂടാതെ റോക്കേഴ്സ് 255 പ്രോ 1399 പ്രൊഡക്റ്റ് 1099 രൂപയ്ക്കും, റോക്കേഴ്സ് 255 പ്രോ പ്ലസ് 1399 പ്രൊഡക്റ്റ് 1299 രൂപയ്ക്കും, റോക്കേഴ്സ് 255 ആർക്ക് 1299 പ്രൊഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. കൂടാതെ റോക്കേഴ്സ് 255 മാക്സ് 1399 പ്രൊഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. റോക്കേഴ്സ് 255 മാക്സ് ആക്ച്വലി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് 60 hours ആണ് ഇതിൻ്റെ ടോട്ടൽ പ്ലേ ടൈം. അതാണ് കേട്ടോ. അതായത് കുറച്ച് കൂടുതലായിട്ട്, ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക, ആ ഒരു പ്ലേ ടൈം ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അത്യാവശ്യം നല്ല സ്പെക് വൈസും കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു 255 മാക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 255 സീരീസിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു 255 മാക്സ് ആണ്. അതിനുശേഷം പിന്നെ നിങ്ങളുടെ ബജറ്റിനനുസരിച്ചിട്ട് 255 വാങ്ങിക്കരുത്. അതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് 255 പ്രോ മുതൽ അങ്ങോട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ. എന്തായാലും ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ റോക്കേഴ്സ് 333 ANC 1999 പ്രൊഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. ഡിറാക്ക് ഒപ്റ്റിമൈസ് ചെയ്തതാണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡിറാക്ക് മോഡൽ നമ്മൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ് കേൾക്കാനായിട്ട്. പക്ഷേ ചില ആൾക്കാർക്ക് വെയറിങ് കംഫർട്ടിൽ ചെറിയ ഇഷ്യൂസ് പറയുന്നത്, കാരണം അതിൻ്റെ ഒരു ഇയർബഡുകളുടെ സൈസ് എന്ന് പറയുന്നത് കുറച്ച് ബിഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെവിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഊരിപ്പോവുകയോ അല്ലെങ്കിൽ ഇയർ പെയിനൊക്കെ വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഇനി റോക്കേഴ്സ് 333 പ്രോയിലേക്ക് വരുവാണെങ്കിൽ 1799 പ്രോഡക്റ്റ് 1499 രൂപയ്ക്കും, കൂടാതെ റോക്കേഴ്സ് 333 1499 പ്രോഡക്റ്റ് 1299 ലഭ്യമാകുന്നു. അതുപോലെ തന്നെ റോക്കേഴ്സ് 235 V2 പഴയ പ്രോഡക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊരു ഗിവ് അവേ കൊടുക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. 235 V2 1199 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ റോക്കേഴ്സ് 235 V2 അതുപോലെ തന്നെ റോക്കേഴ്സ് 255 ഒക്കെ ഒരു 799 വരേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, റേറ്റ് ഇങ്ങനെ നിൽക്കുന്നത്. കൂടാതെ റോക്കേഴ്സ് 235 പ്രോ അതും നമ്മുടെ ചാനൽ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 1299 പ്രോഡക്റ്റ്, അത് പക്ഷേ വില കുറഞ്ഞിട്ടുണ്ട്. 799 രൂപയ്ക്ക് ലഭ്യമാകുന്നു. അതായത് പഴയ പ്രോഡക്റ്റുകളൊക്കെ തന്നെ വില കൂട്ടിയിട്ട് മാക്സിമം എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ വില എന്താ പറയുക കൂട്ടിയിട്ട് പുതിയ പ്രോഡക്റ്റുകൾക്കൊക്കെ വില കുറച്ച് വെച്ചേക്കുന്നത്. അറിയത്തില്ല അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത്, അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കൂടാതെ റോക്കേഴ്സ് 260 അത് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 1299 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. കൂടാതെ റോക്കേഴ്സ് 378 ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നെ വേണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം ഇപ്പോൾ നെക്ക് ബാൻഡൊക്കെ ഒന്നും ഡിമാൻഡ് ഇല്ല. വീഡിയോ ഇട്ടാലും അങ്ങനെ ഭയങ്കര റീച്ചും ഇല്ല, അതുപോലെ തന്നെ ആരും കാണത്തുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മെയിനായിട്ട് നെക്ക് ബാൻഡ് അങ്ങനെ വാങ്ങിക്കാത്ത കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നെക്ക് ബാൻഡിൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏതെങ്കിലുമൊക്കെ നെക്ക് ബാൻഡിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടല്ലോ, ഉറപ്പായിട്ടും കമൻറ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ കേട്ടോ. എന്തായാലും 1499 പ്രോഡക്റ്റ് ആ സെയിം റേറ്റിനാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ ബോൾട്ടിൽ അത്യാവശ്യം നമുക്ക് 1000 രൂപയ്ക്കുള്ളിൽ കുറച്ച് നെക്ക് ബാൻഡുകൾ നോക്കുന്നെങ്കിൽ, അതായത് നമ്മുടെ ബജറ്റ് 1000 രൂപയ്ക്ക് മുകളിൽ പോകാൻ പറ്റത്തില്ല, എന്നാൽ ഓക്കെയാണ്. കുറച്ച് അധികം പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. എന്നാലും ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ പ്രോ ബൈസ് എഫ് ചാർജ് 1199 പ്രോഡക്റ്റ് 899 രൂപയ്ക്ക് ലഭ്യമാകുന്നു. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് ഈ ഒരു എഫ് ചാർജ് എന്ന് പറയുന്നത്. നല്ല ബേസ് ആണ്, അതുപോലെ തന്നെ കുറച്ച് വെയറിംഗ് കംഫർട്ട് കൂടുതലാണ് ഈ ഒരു പ്രോഡക്റ്റിൽ, ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. സോ അത് നോക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. 1000 രൂപയ്ക്കകത്ത് ഓൾറെഡി എൻ്റെ അടുത്ത് കുറച്ച് കൂട്ടുകാർ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നെക്ക് ബാൻഡ് 1000 രൂപയ്ക്കുള്ളിൽ. അവർക്കൊക്കെ അറിയാം ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു എഫ് ചാർജ് തന്നെയാണ്. കൂടാതെ ഈ ക്യൂ ചാർജിലേക്ക് വരുവാണെങ്കിൽ 999 പ്രോഡക്റ്റ് 799 രൂപയ്ക്കും, കർവ് എക്സ് 999 പ്രോഡക്റ്റ് 949 രൂപയ്ക്കും, കർവ് 899 പ്രോഡക്റ്റ് 799 രൂപയ്ക്ക് ലഭ്യമാകുന്നത്. ആക്ച്വലി ഒരു കർവ് എന്താ പറയുക, ബിൽഡ് ക്വാളിറ്റി ഭയങ്കര മോശമാണ്, ഡ്യൂറബിലിറ്റി ഇല്ലാത്തൊരു സാധനമാണ് ഈ ഒരു കർവ് എന്ന് പറയുന്നത്. കൂടാതെ കർവ് ANC അത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല ഇതുവരെ, അടുത്ത് എന്തായാലും അതുണ്ടാവും.
1499 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1299 ലഭ്യമാകുന്നു. പ്രോ ബേസ് എസ്കേപ്പ് 899 പ്രോഡക്റ്റ് 799 എക്സ് ചാർജ് 999 പ്രോഡക്റ്റ് 799 കൂടാതെ വൈ ചാർജ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡ് ആണ് 799 പ്രോഡക്റ്റ് 699 രൂപയ്ക്കും കിട്ടുന്നു. എന്തായാലും 500 രൂപ 600 രൂപ 700 രൂപ ആ ഒരു റേഞ്ച് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ബോൾട്ട് ആണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് അല്ലേ. എന്തായാലും ഞാൻ പറയുന്നത് 1000 രൂപയ്ക്കുള്ളിൽ നമുക്കൊരു നെക്ക് ബാൻഡ് വാങ്ങിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ബോൾട്ടിലേക്ക് പോകുന്നത് വലിയ പ്രശ്നമില്ല. കാരണം ഇപ്പോൾ സർവീസ് ഒന്നും ഇപ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ. പണ്ടായിരുന്നു അവരെ വിളിച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല, സർവീസ് സെൻ്റർ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓഫ്ലൈൻ സർവീസ് സെൻ്റർ ഉണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം റിയൽമി അതുപോലെ തന്നെ ബോൾട്ട് ബോട്ട് ഇതെല്ലാം തന്നെ ഒരു സ്ഥലത്താണ്, SUs MSI എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അങ്ങോട്ട് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകത്ത് വീട്ടിൽ പുതിയ സാധനം കണ്ടെത്തുവേ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സർവീസിൻ്റെ കഥ. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് വയർലെസ് പഴയ പ്രോഡക്റ്റാണ്. അവരുടെ ആദ്യത്തെ ഒരു നെക്ക് ബാൻഡ് ആണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2-2.5 വർഷത്തോളം ആ ഒരു നെക്ക് ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. 1799 രൂപയ്ക്കാണ് അന്ന് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോഴും ആ റേറ്റ് തന്നെയാണ് 1799. റേറ്റ് കുറയ്ക്കാതാണ് കേട്ടോ. പൊതുവേ 1499 കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സ്പെക്ക് ആക്ച്വലി നമുക്ക് വർത്ത് ബൈങ് അല്ല. അതിപ്പോൾ 1799 ആയാലും 1499 ആയാലും. ഇനി ബഡ്സ് വയർലെസ് 2 ഒരു ANC പ്രോഡക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു അപ് ടു 30 dB എന്തോ വകയാണ്. 2199 പ്രോഡക്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് 2499 അങ്ങനെ സംതിങ് ആക്കിയായിരുന്നു. പെട്ടെന്നൊരു ഹൈക്ക് അങ്ങോട്ടാക്കി. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്തിട്ടേ കിട്ടുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരാരെങ്കിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയുടെ കമൻറ്റ് ഇട്ടിട്ടുണ്ടേ എത്ര രൂപയാണ് ഇപ്പോൾ എന്നുള്ളത്. എന്തായാലും നോർമൽ റേറ്റ് ഇപ്പോൾ 2499 രൂപയാണ്. കൂടാതെ ബഡ്സ് വയർലെസ് 2 നിയോ 1299 പ്രോഡക്റ്റ് ആ സെയിം റേറ്റാണ്. കൂടാതെ ബഡ്സ് വയർലെസ് 2S 1499 പ്രോഡക്റ്റ് 1399 ലഭ്യമാകുന്നു. റിയൽമിയിൽ നോക്കുവാണെങ്കിൽ നെക്ക് ബാൻഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഈ ഒരു ബഡ്സ് വയർലെസ് 2S. പക്ഷേ ബിൽഡ് ക്വാളിറ്റി എന്തൊക്കെയോ ചെറിയൊരു ഫീല് ഞാനും അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റിയിൽ എവിടെയൊക്കെയോ ചെറിയ മിസ്സിങ്. പിന്നെ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിസോയാണ്. ഞാൻ ഡിസോ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഡിസോയ്ക്ക് എന്തോ പറ്റി എന്നറിയത്തില്ല. ഇപ്പോൾ ഒത്തിരി ബാക്കിലോട്ടാണ്, റേറ്റ് ഒന്നും കുറയുന്നില്ല, കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസോനെ കുറിച്ച് ഞാൻ ഇവിടെയും നെക്ക് ബാൻഡ് സെഷനിലും പറയുന്നില്ലേ. ഇനി മിവിയിലേക്ക് വരണമെങ്കിൽ കോളർ ക്ലാസിക് 999 പ്രോഡക്റ്റ് 599 രൂപയ്ക്കും, കോളർ ക്ലാസിക് പ്രോ 1199 പ്രോഡക്റ്റ് 799 രൂപയ്ക്കും, കോളർ D25 1099 പ്രോഡക്റ്റ് 699 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഓൾറെഡി നമ്മുടെ ചാനലിൽ കോളർ ക്ലാസിക് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോളർ ക്ലാസിക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്. മ്യൂസിക് ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു കോളർ ക്ലാസിക് നല്ലതാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളറിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് നല്ലതാണ്, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു ബോൾട്ടിലായിരിക്കും എന്നുള്ളത്. സാധനം F ചാർജ് അതിന് കാരണം ശരിയല്ല, ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പക്ഷേ 600 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ഈ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോ പ്രോബ്ലം അതിലേക്ക് പോയിക്കോളൂ. അതർവൈസ് നമ്മുടെ ബോൾട്ടിൽ ഏതെങ്കിലും വാങ്ങിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് F ചാർജ്. ഇനി OnePlusലേക്ക് വരണമെങ്കിൽ ബുള്ളറ്റ് വയർലെസ് C2 1999 പ്രോഡക്റ്റ് ഒരു കളർ 1599 കിട്ടുന്നുണ്ട്. സോ അതായത് നമ്മുടെ ആ ഒരു ബ്ലാക്കും റെഡും തമ്മിലുള്ളൊരു കോമ്പിനേഷനിലുള്ളത് അത്യാവശ്യം നല്ല ഡീലാണ് 1599. കൂടാതെ ഓപ്പോയിലേക്ക് വരണമെങ്കിൽ എൻകോ M31 സ്റ്റോപ്പ് ചെയ്തിട്ടാണ് M32 ഇറക്കിയത്. ഇനി M33 ഇനി എന്ന് ഇറക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓപ്പോയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. 1599 വർത്താണ് കേട്ടോ ഈ ഒരു നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. മ്യൂസിക് ക്വാളിറ്റി മൈക്ക് ക്വാളിറ്റി എല്ലാം തന്നെ ഉണ്ട്. ഞാൻ ആക്ച്വലി പേഴ്സണലി യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതായിരുന്നു ഈ ഒരു ഓപ്പോ എൻകോ M32. പക്ഷേ ഞാൻ പിന്നെ അത് എൻ്റെ സിസ്റ്ററിന് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഓഫേഴ്സ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബിഗ് സേവിങ് ഡേയ്സിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാൻ സാധിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും വീണ്ടും പറയാനുള്ളത് 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു നെക്ക് ബാൻഡ് വാങ്ങിയെങ്കിൽ ഉറപ്പായിട്ടും ബോൾട്ടിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കുക. പിന്നെ ബോട്ട് ഓൾറെഡി കേട്ട് കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളതും റിയൽമിയും ഒന്നും തന്നെ വലിയ ഡിഫറൻസേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നെക്ക് ബാൻഡ് വാങ്ങിക്കാൻ നോക്കുന്നവർ ഉറപ്പായിട്ടും 1000 രൂപയ്ക്കുള്ളിൽ നോക്കുന്നെങ്കിൽ നല്ല രീതിക്ക് ഡീലുണ്ട്, അല്ലെങ്കിൽ പാട് തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ